ലോകത്തിൻ്റെ അനുഭവങ്ങൾ അതൊന്നും നിലനിൽക്കുന്നതല്ല, അതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ് എന്ന് തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, 1 യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായം 16-17 തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഏത് ഒരു വിശ്വാസിക്കും ഒരു ഭക്തനും ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നു. അവിടെ ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്: ദൈവത്തിൽ നിന്നല്ലാത്ത ലോകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏതിനും നിലനിൽപ്പില്ല, അത് ഒഴിഞ്ഞു പോകുന്നതും അത് ടെമ്പററിയുമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എന്തൊക്കെയാണത്? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, അതെല്ലാം ലോകത്തിൽ നിന്നത്രേ. അടുത്ത വചനം പറയുന്നത് 17-ൽ ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകുന്നു, എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ദൈവത്തിന് തൻ്റെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഭക്തയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഉള്ളിലുള്ള ഹിതം എന്ന് പറയുന്നത് നാം എന്നേക്കും തന്നോടൊപ്പം ഇരിക്കണമെന്ന്. ആമേൻ. നിത്യതയെ ലാക്കാക്കി ഓടുന്ന ഒരു ദൈവ പൈതൽ അവൻ്റെ ഹൃദയത്തിനകത്ത് പറയുവാൻ കഴിയട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവളായി ഞാൻ നിൽക്കുന്നുവെങ്കിൽ എന്നേക്കും ഞാൻ അവനോടൊപ്പം അവൻ്റെ തേജസ്സിൽ വാഴുവാനായിട്ട് ഇടയാകും. എന്നാൽ പ്രിയരെ, അല്പ ആയുസ്സ് മാത്രമേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ. ഇവിടെ ലോകപരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് പറഞ്ഞത്, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപങ്ങൾ. ഇതെല്ലാം പരീക്ഷകളായോ പ്രതിസന്ധികളായോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ക്രിസ്തീയ സ്നേഹത്തെയും ക്രിസ്തീയ വിശ്വാസത്തെയും പാടെ പറിച്ചു കളയുവാൻ വേണ്ടി ഇതെല്ലാം വ്യർത്ഥ പരിശ്രമങ്ങൾ നടത്തുകയാണ്. എന്നാൽ അതേ ദൈവാശ്രയ ബോധമുള്ള, ദൈവത്തെ അധിഷ്ഠിതമായി വിശ്വസിക്കുന്ന ഒരു ദൈവഭക്തന് പറയുവാൻ കഴിയും, ഈ ജഡമോഹത്തിനോ കൺമോഹത്തിനോ ജീവനത്തിൻ്റെ പ്രതാപത്തിനോ ഒന്നും എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവിക വിശ്വാസത്തെ തകർത്ത് കളയുവാൻ കഴിയും.